ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു പൊങ്കാല വീഡിയോ ആണ്. ലോകമെമ്പാടുള്ള സ്ത്രീകൾ ആദിപരാശക്തിയായ അമ്മയ്ക്ക് ആറ്റുകാൽ പൊങ്കാലിടാൻ ഒരുങ്ങുകയാണ്. അതേപോലെ ഞാനും എൻ്റെ വീട്ടിൽ ഒരുങ്ങുകയാണ്. എല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മുറ്റത്തേക്ക് പൊങ്കാലിടേണ്ട തയ്യാറെടുപ്പിലാണ്. ആദ്യം നമ്മൾ അടുപ്പ് കൂട്ടിയതാണ്. ഇഷ്ടിക വാങ്ങിന് കൂട്ടിയത്. തലേന്ന് തന്നെ ഞാൻ മഞ്ഞൾ വെള്ളം അടിച്ച് വാരി മഞ്ഞൾ വെള്ളം കൊടിഞ്ഞ് രാവിലെ അതേപോലെ തന്നെ അടിച്ചെല്ലാം വാരി മഞ്ഞൾ വെള്ളം കൊടിഞ്ഞ് ശുദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പ് കൂട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ അമ്മേ നാരായണ ദേവി നാരായണ ചൊല്ലിയിട്ടാണ് അടുപ്പ് കൂട്ടേണ്ടത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇലയിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഗണപതി ഭഗവാന് ആവശ്യമുള്ള നൈവേദ്യങ്ങൾ സമർപ്പിച്ച് വിളക്കെത്തിക്കുക. വിളക്കെത്തിച്ചതിന് ശേഷം നമ്മൾ അവിടെ തന്നെ ഇരിക്കണേ. അവിടെ നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ ഭഗവതി സ്തുതിക്കുക, അല്ലെങ്കിൽ ഓം വിഘ്നേശ്വരായ നമഃ എന്ന് ചൊല്ലുക. 9:45 ആകുമ്പോഴത്തേക്ക് ആറ്റുകാല ഭണ്ഡാരടുപ്പിലേക്ക് പൂശാരി തീ അണിയിച്ചു. അതേപോലെ ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുപ്പിലേക്ക് തീ അണിയിച്ചതിന് ശേഷം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ അടുപ്പ്. ഇടയ്ക്ക് വെള്ളം പതക്കുന്നുണ്ടോ എന്ന് നോക്ക്. അതിനു മുമ്പ് അരിയുടെ കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ 3 വട്ടം പ്രാർത്ഥിച്ചുകൊണ്ട് അരി അതിലേക്ക് ഇട്ടു. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് നമ്മളവിടെ അത് മൂടി വെച്ചു. ഇതെൻ്റെ 2ാമത്തെ കൊല്ലത്തെ പൊങ്കാലയാണ് ഞാൻ വീട്ടിലിടുന്നത്. 2 കൊല്ലമായി. ഞാൻ അടുത്ത കൊല്ലം പൊങ്കാലിടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അരിയെല്ലാം പൊന്തി വരുന്നുണ്ട്, പതിഞ്ഞ് വരുന്നുണ്ട്. കിഴക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കേണ്ടത്. കിഴക്കോട്ടാണ് പതിഞ്ഞ് മറഞ്ഞും ചെയ്തത്. അതിൻ്റെ അടുത്ത് നമ്മളുടെ വളക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിലേക്ക് തിരിയുണ്ടോ എണ്ണയുണ്ടോ എന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നമ്മൾ സർവമംഗളമംഗല്യേ ശിവേ സർവാധിസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ദേവീ സ്തുതികളൊക്കെ വെച്ചു. പിന്നെ ആറ്റുകാലമ്മേ സ്തുതികളൊക്കെ കേട്ടു. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല, ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല, അന്നപൂർണേശ്വരിക്ക് പൊങ്കാല പൊങ്കാല, അങ്ങനത്തെ ഓരോ സ്തുതികളൊക്കെ കേട്ട് പിന്നെ നമ്മുടെ ഇടയ്ക്കൊക്കെ പായസമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയെല്ലാം ചെയ്തു. പിന്നെ അതിന് വേണ്ട സാധനം, പിന്നെ അരി വെന്തതിന് ശേഷം വെല്ലവും തേങ്ങയും പഴമൊക്കെ ഇട്ട് കൊടുത്തു. ഏലക്കായ് പൊടിച്ചതും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തു. 2:15 നിവേദ്യം തെളിയിക്കേണ്ടത്. അതുവരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കേണ്ടതാണ്. പിന്നെ ജലപാനൊന്നും കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. അതും അതേപോലെ തന്നെ ചെയ്തിരുന്നു. രണ്ടേ കാല് വരെ നമ്മൾ അവിടെ തന്നെ ഇരുന്നിരുന്നു. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് മൂടി വെച്ചു. മേലെ കുറച്ച് പൂവെല്ലാം ഇട്ടു. 2:15 അവിടെ നൈവേദ്യം തെളിയിച്ചപ്പോൾ ഞാൻ കിണ്ടി വെള്ളത്തിൽ നിന്ന് തെളിയിച്ചു അകത്തേക്ക് കൊണ്ടുപോയി വിളക്കിൻ്റെ അടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് നൈവേദ്യം വെച്ചു. പിന്നെ ഞാനും അമ്മയും മകനും കുറച്ച് കുടിച്ചു. പിന്നെ കുറച്ച് പ്രസാദവും കുറച്ച് പായസമൊക്കെ തൊട്ടടുത്തുള്ള എല്ലാവർക്കും പ്രസാദം കൊടുത്തു. ഇതാണ് എൻ്റെ ആറ്റുകാൽ പൊങ്കാല വിശേഷം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.